நான் வந்து ஒரு டாப் 10 சினிமான்னு ஒரு ஆப் டெவலப் பண்ணேன். அதுக்கு போகும்போது அதை ரிசர்ச் பண்ணும்போது தான் இதை நான் கண்டுபிடிச்சேன். அந்த 20 கோடி பேர்ல 1 கோடி பேருக்கு 1 லட்சம் ரூபா லாஸ்னாலும் 1 லட்சம் கோடி ஆயிரும். இல்ல அது வந்து ரிஸ்க்குங்கிறது வேற சார், ஏமாத்துறதுங்கிறது வேற. இது வந்து மோசடி. இப்போ எனக்கே 6 லட்சம் ரூபா லாஸ் ஆயிருக்கு. என் പേര് കല്യാണകുമാർ. ഡ്രീം11 അതല്ലെങ്കിൽ മൈ11 സർക്കിൾ അതല്ലെങ്കിൽ ഗെയിം ബാസി അങ്ങനെ തുടങ്ങിയ നിരവധി ഗാംബ്ലിംഗ് ആപ്ലിക്കേഷനുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ നടക്കുന്ന വലിയൊരു സ്കാമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കളിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നത് എങ്കിൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ്റെ ഈ സ്കാം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താലോ അതല്ലെങ്കിൽ യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം വരുന്ന പരസ്യം ഒന്നുകിൽ ഡ്രീം11 അതല്ലെങ്കിൽ മൈ11 സർക്കിളിനെ പോലെയുള്ള ഗാംബ്ലിംഗ് ആപ്ലിക്കേഷനുകളെ കുറിച്ചായിരിക്കും. ഇനി അതൊന്നുമല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, IPL ചെന്നൈ സൂപ്പർ കിങ് ടീം ഒഴികെ ബാക്കി എല്ലാത്തിനെയും സ്പോൺസർ ചെയ്യുന്നത് ഡ്രീം11 ആണ്. അതല്ലെങ്കിൽ മറ്റു ടീമുകളെ സ്പോൺസർ ചെയ്യുന്നത് മൈ11 സർക്കിളാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സിയിലും ഡ്രീം11 എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുമല്ല, ഡ്രീം11 IPL തന്നെ ഒരു തവണ സ്പോൺസർ ചെയ്യുകയുണ്ടായി. കൂടാതെ IPL എല്ലാ ടൂർണമെൻറ്റുകളിലെയും ഇപ്പോഴും സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഡ്രീം11 ഇത്രയേറെ സ്വാധീനം ലഭിച്ചത്? അതിന് ഏറ്റവും ഉത്തരമേ ഉള്ളൂ, മനുഷ്യന് പണത്തോടുള്ള ആർത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതൊരു ഭാഗത്തിരിക്കട്ടെ. ഡ്രീം11 നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും ബാൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായി തെലങ്കാന, ഒഡീഷ പോലെയെങ്കിലും കുറച്ച് കാലങ്ങൾക്ക് മുൻപ് കർണാടകയിലും നിരോധിച്ചിരുന്നു. പക്ഷേ വീണ്ടും അത് തിരിച്ചു വരികയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നിരോധിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്നുള്ളത്, പല ആളുകളും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനിലൂടെ പൈസ കളയുന്നു എന്ന് മാത്രവുമല്ല, ഇത് ജനങ്ങളുടെ സാമ്പത്തികതയെ സേഫായിട്ട് നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ടും പല സംസ്ഥാനങ്ങളും ഇത് ബാൻ ചെയ്യുകയുണ്ടായി. ആന്ധ്രാപ്രദേശ് ബാൻ ചെയ്തതാണെങ്കിലും ആന്ധ്രാപ്രദേശിന്റെ IPL ടീമായ സൺറൈസേഴ്സിനെ സ്പോൺസർ ചെയ്യുന്നത് ഡ്രീം11 ആണ് എന്നുള്ളത് രസകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പല സ്കാമുകളും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പല വീഡിയോകളും ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സുഹൃത്തിൻ്റെ കണ്ടെത്തലുകൾ. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഡ്രീം11-എതിരെ ഈ ഒരു സഹോദരൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആരോപണങ്ങൾ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് 100% ശരി തന്നെയായിരിക്കും. ഡ്രീം11-ന്റെ ഈ ഓരോ ഭാഗങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇതൊരു സ്കാമാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുൻപ് എന്താണ് ഡ്രീം11 അതല്ലെങ്കിൽ മൈ11 സർക്കിൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ എന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ നമുക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു സ്പോർട്സ് വിഭാഗത്തിൽ, ഇപ്പോൾ ക്രിക്കറ്റ് അതല്ലെങ്കിൽ ഫുട്ബോൾ, കബഡി, ഹോക്കി, ബാസ്കറ്റ് ബോൾ അങ്ങനെ തുടങ്ങിയ പല രീതിയിലുള്ള സ്പോർട്സ് ടൂർണമെൻറ്റുകളും ഇത്തരത്തിലുള്ള ഗാംബ്ലിംഗ് ആപ്ലിക്കേഷനുകളിലൂടെ ബെഡ് ചെയ്യാൻ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന് നിശ്ചിത തുക നൽകി നിശ്ചിത തുക വിൻ ചെയ്യുന്ന രീതിയിലുള്ള പല കണ്ടസ്റ്റുകളുമാണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനകത്തുള്ളത്. അതിൽ കൂടുതലായിട്ടും വലിയ വലിയ ഓഫറുകൾ നൽകുന്നത് അല്ലെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങൾ നമുക്ക് നൽകുന്നത് ക്രിക്കറ്റിനാണ്. ക്രിക്കറ്റിൽ പ്രധാനമായിട്ടും IPL പോലെയുള്ളവയിൽ, അതല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്രിക്കറ്റ് മത്സരം നടക്കുന്നുണ്ട് എങ്കിൽ പ്രധാനമായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ വിന്നിംഗ് പ്രൈസ് വാഗ്ദാനം ചെയ്യുന്നത് ഡ്രീം11 തന്നെയാണ്. അത് കഴിഞ്ഞ മൈ11 സർക്കിളും. അതുകൂടാതെ ചില്ലറയായിട്ടുള്ള നിരവധി ഗാംബ്ലിംഗ് ആപ്ലിക്കേഷനുകളുണ്ട്. എല്ലാം ഉടായിപ്പാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനും ഈ പറയുന്ന ഡ്രീം11ലും മൈ11 സർക്കിളിലൊക്കെ ടീം ക്രിയേറ്റ് ചെയ്യുകയും കളിക്കുകയും ചെയ്ത ആൾ തന്നെയായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കളിച്ചതിൻ്റെ അനുഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വെറും ഉടായിപ്പാണ് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് അതിൽ നിന്ന് ഒഴിവാകുകയാണ് ചെയ്തത്. ഡ്രീം11 അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗാംബ്ലിംഗ് ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണും. അഥവാ നിങ്ങളിപ്പോൾ ഒരു ക്രിക്കറ്റ് പ്രേമിയാണ് എന്നുണ്ടെങ്കിൽ IPL CSKയും അതല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള ഒരു മത്സരം നടക്കുകയാണെന്ന് കരുതുക. അതിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ നിശ്ചിതമായിട്ടുള്ള പല കോണ്ടസ്റ്റുകളുമുണ്ട്. 59 രൂപ നൽകിക്കഴിഞ്ഞാൽ 2 കോടി വരെ അതല്ലെങ്കിൽ 3 കോടി വരെയൊക്കെ ഫസ്റ്റ് പ്രൈസ് നേടാൻ സാധിക്കുന്നതും, 1.5 കോടി ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്ന 49 രൂപയുടെ കണ്ടസ്റ്റും, അതല്ലെങ്കിൽ 15 ലക്ഷം ലഭിക്കുന്ന 39 രൂപയുടെ കണ്ടസ്റ്റ്, അങ്ങനെ
ഒന്നോ രണ്ടോ മൂന്നോ കണ്ടസ്റ്റുകളിൽ നിരവധി കണ്ടസ്റ്റുകളാണ് വെറും 2 പ്ലെയറുകൾ കളിക്കുന്നത്, അല്ലെങ്കിൽ 2 ആളുകൾ മാത്രം കളിക്കുന്നത്, 4 ആളുകൾ മാത്രം കളിക്കുന്നത്, 100 ആളുകൾ കളിക്കുന്നത്, 1 കോടിയിലേറെ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റുകൾ, അങ്ങനെ നിരവധി കണ്ടസ്റ്റുകളാണുള്ളത്. അപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ളത് 59 രൂപയുടെ ഏകദേശം 1,28,90,000 ചില്ലറ ആളുകളെ ഒരേ സമയം ഒരു കണ്ടസ്റ്റിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള 59 രൂപയുടെ കണ്ടസ്റ്റാണ് ഏറ്റവും വലിയ മെഗാ കണ്ടസ്റ്റ് ആയിട്ടുള്ളത്. അതുകൂടാതെ മറ്റു നിരവധി കണ്ടസ്റ്റുകളുമുണ്ട്. 40 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നവ, അതുപോലെ 28 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നവ, അതുപോലെ 6 ലക്ഷത്തിലുള്ളത്, അങ്ങനെ നിരവധി കണ്ടസ്റ്റുകൾ. 1 ലക്ഷത്തിലുള്ളത്, അതിനും 1 ലക്ഷത്തിനുള്ളത് പറയുന്നത് 125 രൂപയാണ് ഒരാൾ അതിന് ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നൽകുന്നത്. അപ്പോൾ 59 രൂപയുടെ ഒരു കണ്ടസ്റ്റിൽ നിങ്ങൾക്ക് 20ഓളം ടീമുകൾ ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അഥവാ 2 ടീമിൽ നിന്നും, ഇപ്പോൾ ചെന്നൈയുടേതായാലും അതല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെതായാലും ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള നല്ല കളിക്കും എന്ന് തോന്നുന്ന ആളുകളെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് 11 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ടീമിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഒരു ക്യാപ്റ്റൻ, ഒരു വൈസ് ക്യാപ്റ്റൻ. നോർമലായിട്ട് ഒരാൾക്ക് ലഭിക്കുന്ന പോയിന്റ് 4 എന്നാണെങ്കിൽ ക്യാപ്റ്റൻ ആണെങ്കിൽ അത് 8ഉം വൈസ് ക്യാപ്റ്റൻ ആണെങ്കിൽ 6ഉം, അങ്ങനെ അഥവാ ക്യാപ്റ്റന് 2 മടങ്ങും വൈസ് ക്യാപ്റ്റന് 1.5 മടങ്ങും അധികം പോയിന്റുകൾ ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കുന്ന വ്യക്തി ഏറ്റവും ആദ്യത്തിലെത്തുകയും 3 കോടി വരെ പ്രൈസ് ലഭിക്കുകയും ചെയ്യും. ഇതിൻ്റെ തുടക്കങ്ങളിലൊക്കെ 10 ലക്ഷവും 1 ലക്ഷവും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഓരോ IPLൻ്റെ ഘട്ടത്തിലും ഇത് മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും ടാർഗറ്റ് ചെയ്യുന്നതും ഈ ഒരു മൈലവനായാലും മറ്റുള്ള സർക്കിളുകളൊക്കെ ആയാലും ടാർഗറ്റ് ചെയ്യുന്നത് IPLനെയാണ്. IPL സമയത്താണ് ഏറ്റവും കൂടുതൽ ഇതിന് പ്രേക്ഷകരുണ്ടാകുന്നത് ക്രിക്കറ്റിന്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ അവരൊക്കെ മുതലെടുക്കുന്നതും IPLൻ്റെ സമയത്താണ്. ഇത്തരത്തിൽ ഈ ആപ്ലിക്കേഷനുകൾ മാത്രമല്ല, നിരവധി ഗാംബ്ലിംഗ്, ബെഡിംഗ് വെബ്സൈറ്റുകളുമുണ്ട്. എല്ലാം ഉടായ്പകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടീം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞു 59 രൂപയുടേത് 1,28,00,000 ചില്ലറ ആളുകളാണ് ഒരൊറ്റ സമയം ഇതിൽ പങ്കെടുക്കുന്നത്. ഇത്തരത്തിൽ ഡെയിലി നിരവധി മാച്ചുകൾ നടക്കാറുണ്ട്. പ്രത്യേകമായിട്ട് തന്നെ Dream11 മാത്രം സ്പോൺസർ ചെയ്ത് നടത്തുന്ന പല യൂറോപ്യൻ ക്ലബ്ബുകളുടെ മത്സരവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 10 ഓവറിൻ്റെ മത്സരങ്ങളൊക്കെ ഫാൻ കോഡ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ബാനറൊക്കെ നൽകിക്കൊണ്ട് 10 ഓവറിൻ്റെ മത്സരം Dream11 നടത്താറുണ്ട്. അതും ഒരുപാട് കാശാണ് അതിലൂടെ ഈ ഒരു കമ്പനി സമ്പാദിക്കുന്നത്. ക്യാഷ് സമ്പാദിക്കുക എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ IPLൻ്റെ സമയത്ത് ഓരോരോ സീസണിലും വ്യത്യസ്തമായ ഓഫറുകൾ നൽകിക്കൊണ്ട് ആളുകളെ ഇതിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെ ആകർഷിച്ച ആളുകളെയൊക്കെ പണം കൂടുതലായിട്ട് മോഷ്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള തൊഴിൽ എന്ന് നമുക്ക് ഇത് ഉപയോഗിച്ച് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമായിട്ടൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ 59-49 ഒക്കെ കൊടുത്ത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും വിന്നിംഗ് സോണിൽ ഉണ്ടാകും. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടീം അംഗങ്ങൾ ഏകദേശം കളിക്കുന്ന അംഗങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ പൊതുവേ ആ ഒരു വിന്നിംഗ് സോണിൽ നമുക്ക് നിലകൊള്ളാൻ സാധിക്കും. വിന്നിംഗ് സോണിൽ തന്നെ ഉള്ളത് 49 അടച്ചവർക്ക് 49 ലഭിക്കുന്നത് എന്ന് പറയുന്നത് ഒരു പരിധിവരെയാണ്. അത് കഴിഞ്ഞാൽ അവർക്കും ലഭിക്കുകയില്ല. അവരും ആ 49 പോലും ലഭിക്കാത്ത പല ആളുകളുമുണ്ട്. ചിലപ്പോൾ ഓഫറിൽ 25 രൂപ, 49 രൂപയുടെ 25 രൂപയ്ക്കൊക്കെ ഓഫർ നൽകും. അങ്ങനെ പല ഓഫറുകളും നൽകും. അതുകൂടാതെ ഫോൺ പേ, ഗൂഗിൾ പേ പോലെയുള്ളവയൊക്കെ സ്ക്രാച്ച് കാർഡുകളായിട്ട് നമുക്കതിൻ്റെ ബൗൺസ് പോയിന്റുകൾ ഇത്ര കിട്ടും. അതിന് 10,000 രൂപയൊക്കെ ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. അഥവാ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ ഒരു കളി കളിക്കണമെങ്കിൽ പൈസ ആഡ് ചെയ്യാതെ നമുക്ക് ആ ഒരു ഓഫറിൽ ലഭിച്ച കാശ് പോലും ഉപയോഗിക്കാനും സാധിക്കുകയില്ല എന്നുള്ളത് മറ്റൊരു സ്കാമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു Dream11 എന്നുള്ള സംഗതി, അതല്ലെങ്കിൽ മൈ11 സർക്കിൾ, അതല്ലെങ്കിൽ വല്ലേ ബാസി, അതല്ലെങ്കിൽ ഗെയിം ബാസി, അങ്ങനെയുള്ള ഏത് ബാസിയാണെങ്കിലും അതിലൊക്കെ നടക്കുന്ന സംഗതികൾ. ഇനി സ്കാമിലേക്ക് നമുക്ക് വരാം. സ്കാമിനെ കുറിച്ച് ഈ ഒരു വ്യക്തി, ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഏകദേശം 6 ലക്ഷത്തോളം രൂപ ഇതിനു വേണ്ടി ഗെയിം കളിച്ച്, അഥവാ ഈ ഒരു പറയുന്ന Dream11ലൂടെ ചിലവഴിച്ചിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹത്തിന് ഒരു രൂപ തിരിച്ചു കിട്ടിയിട്ടില്ല. തിരിച്ചു കിട്ടുന്നതും അങ്ങനെ തന്നെ കളിച്ച് ഏകദേശം 6 ലക്ഷം രൂപയോളം ഇദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട്. 6 ലക്ഷം രൂപ വരെ നഷ്ടപ്പെടുത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത് എന്നുള്ളത് ഒരു നിരാശകരമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും 6 ലക്ഷം ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇനി വിളിച്ചു പറയാത്ത നിരവധി ആളുകളുണ്ട്. 6 ലക്ഷം അല്ലെങ്കിലും അതിലും കുറഞ്ഞ തുകയും അതിൽ വലിയ തുകയൊക്കെ ചിലവാക്കിയ ഒരുപാട് ആളുകളുണ്ടാവും സമൂഹത്തിൽ എന്നുള്ളത് യാതൊരു സംശയം ഉള്ള കാര്യമല്ല. കാരണം വലിയ വലിയ വാഗ്ദാനങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് വീഴുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഇതിൽ സ്കാമാണ് എന്നുള്ളത് പ്രധാനമായിട്ട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു കണ്ടൻറ്റ്, ഒരു കണ്ടസ്റ്റിന് അതല്ലെങ്കിൽ ഒരു ഐഡിയ അയാൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തു. ഒന്നല്ല, അങ്ങനെ നിരവധി ഐഡിയകളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഐഡിയ ആണ് ജോക്കി ജെയിംസ് എന്നുള്ള ഒരു ഐഡി. 26,000 കണ്ടസ്റ്റുകളാണ് 24 മണിക്കൂറിനുള്ളിൽ ആ ഒരു ഐഡി മാത്രം
കളിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് സാധിക്കുക? ഒരു മനുഷ്യനാണെങ്കിൽ 24 മണിക്കൂറിൽ 26,000 കണ്ടസ്റ്റുകൾ കളിക്കാൻ സാധിക്കുകയില്ല. അതൊരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല, അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു 26,000 കണ്ടസ്റ്റുകൾ 24 മണിക്കൂറിനുള്ളിൽ എങ്ങനെയായിരിക്കും ആ വ്യക്തി കളിച്ചിട്ടുണ്ടാകുക? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വ്യക്തിയല്ല, അത് ബോട്ടാണ് എന്നുള്ളത്. ഇങ്ങനെയുള്ള നിരവധി ബോട്ടുകളാണ് ഈ ഒരു ഗെയിമിലേക്ക് ഈ കമ്പനി തന്നെ കൊണ്ടുവരുന്നത്. കമ്പനി ചില്ലറ കമ്പനിയൊന്നുമല്ല. ഡ്രീം 11ന്റെ ഓണർ എന്ന് പറയുന്നത് റിലയൻസുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്നിരുന്നാലും നിരവധി ബോട്ടുകളെയാണ് ഓരോ കണ്ടസ്റ്റിലും ഇതിൽ കമ്പനിയുടെ ആളുകൾ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയപ്പെടുന്ന പ്രധാനമായിട്ടുള്ള ആരോപണം എന്ന് പറയാനുള്ള കാരണം അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം കോർട്ട് മുഖാന്തരമായിട്ട് അതിൻ്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. മുൻപോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പണത്തിനും പ്രലോഭനങ്ങൾക്കൊന്നും വഴങ്ങാതെ അദ്ദേഹം ഇതിനെ മുൻപോട്ട് കൊണ്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ വെളിയിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഒരു ഐഡിയയുടെ കാര്യം പറഞ്ഞു. 26,000 കണ്ടസ്റ്റുകളാണ് 24 മണിക്കൂറിൽ കളിച്ചത്. മറ്റൊന്ന് 16,000 കണ്ടസ്റ്റുകളാണ് 24 മണിക്കൂറിൽ കളിച്ചിട്ടുള്ളത്. അങ്ങനെ നിരവധി കണ്ടസ്റ്റുകൾ അദ്ദേഹം അതിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം പറയുന്നത് ശരിവെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും. അഥവാ ഒരു കണ്ടസ്റ്റും എപ്പോഴും കളി ആരംഭിക്കുന്നതിന് മുമ്പ് പൂർത്തിയാകാതിരിക്കാറില്ല. ഈ പറയുന്ന 1,28,00,000 ആളുകൾ അതല്ലെങ്കിൽ ഐഡികൾ അതല്ലെങ്കിൽ ടീമുകൾ ക്രിയേറ്റ് ചെയ്യാതെ 89 രൂപയുടെ മെഗാ കണ്ടന്റ് ഇവിടെ ആരംഭിക്കും. മെഗാ കോണ്ടസ്റ്റ് ആരംഭിക്കുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. കാരണം തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ 7 മണിക്ക് IPL തുടങ്ങുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇത്രയും വലിയ സംഖ്യ അത്രയും പെട്ടെന്ന് ഫുള്ളാവാൻ സാധിക്കുകയില്ല. ആ ഒരു ഒറ്റ കണ്ടസ്റ്റ് മാത്രമല്ല എന്നുള്ളത് കൂടി ഓർക്കണം. നിരവധി കണ്ടസ്റ്റുകളാണുള്ളത്. അതൊക്കെ ഫുള്ളായിട്ടുണ്ടാവും. ഫുള്ളാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി തന്നെ അതിലേക്ക് ബോട്ടുകളെ ആഡ് ചെയ്യുകയാണ്. അഥവാ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവർ തന്നെ സ്വന്തമായിട്ട് ഐഡികൾ ഉണ്ടാക്കി അവരുമായി അക്കൗണ്ട് ഉണ്ടാക്കി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ കാശ് വരുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. അദ്ദേഹം ആരോപിക്കുന്നതിന് സത്യാവസ്ഥ ഉണ്ടായേക്കാം. ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലുള്ള കോടികളോ അതല്ലെങ്കിൽ ലക്ഷങ്ങളോ സമ്പാദിച്ചതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐഡിയ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. സത്യമാണോ ഇല്ലയോ ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയെന്ന് മാത്രം. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ വിൻ ചെയ്യുന്ന ആളുകൾ ഒക്കെ ബോട്ടുകളാണ്. ബോട്ടുകളെ മാത്രം മുൻപോട്ട് കൊണ്ടുവരികയും ബാക്കിയുള്ളവർക്ക് ലഭിക്കാത്ത ഫീച്ചറുകൾ അഥവാ ഒരു കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലുള്ള പ്ലെയേഴ്സിനെ നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ബോട്ടുകൾക്ക് അവരെ മാറ്റി കൂടുതൽ പോയിന്റ് എടുക്കുന്ന ആളുകളെ മുൻപോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള സ്കാമും ഇതിൽ നടക്കുന്നു എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഒരിക്കലും അത് നടന്നുകൂടായിക ഇല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന സംഗതികളാണ്. അത് ആർക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ബോട്ടുകളാണ് ജയിക്കുന്നത്. ഇതിലുള്ള റിയൽ പ്ലെയേഴ്സുകൾ ആരും തന്നെ ജയിക്കുന്നില്ല. 59 രൂപയോ അതല്ലെങ്കിൽ ഒരു 300 രൂപയ്ക്ക് മുകളിൽ ഒരാളും ജയിക്കുന്നില്ല എന്ന് തന്നെയാണ് ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അത് എനിക്കും ഏകദേശം അങ്ങനെ സംശയം തോന്നിയിട്ടുള്ള കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് സ്കാം തന്നെയാണ്. എൻ്റെ അഭിപ്രായം മാത്രമാണ്. സ്ഥിരീകരിച്ച് എനിക്ക് പറയാൻ സാധിക്കുകയില്ല, സ്ഥിരീകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നത് വരെ. അതുപോലെ മറ്റൊരു സ്കാം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഒരാൾ തന്നെ പല രീതിയിലുള്ള ഒരേ ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ പോയിന്റുകളാണ് ലഭിക്കുന്നത് എന്നുള്ളത്. ഒരേ മാച്ചിൽ ഒരേ ടീമിന് ഓരോ വ്യക്തിക്കും ഓരോ പ്ലെയറിനും വ്യത്യസ്തമായ പോയിന്റുകൾ ലഭിക്കുന്നു എന്നുള്ള രീതിയിലുള്ളതും കണ്ടിട്ടുണ്ടാവും. അങ്ങനെയും ഉണ്ടായേക്കാം. ഒരിക്കലും അതിനെ ഫേക്ക് ആണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല സ്ഥിരീകരിക്കുന്നത് വരെ. അപ്പോൾ എന്തായാലും ഇത് സ്കാം ആണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഗെയിമുകളിലേക്കൊന്നും പോവാതെ നിങ്ങളുടെ വിലപ്പെട്ട പണവും സമയവും ചെലവഴിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്. അതുകൂടാതെ പല രീതിയിലുള്ള സ്കാമിലേക്കും ഇത് പോകാൻ സാധ്യതയുമുണ്ട്. കാരണം വലിയ തുക ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്ലെയേഴ്സിനെ പോലും ഇവർക്ക് ബൈ ചെയ്യാൻ സാധിക്കും. അഥവാ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോളറിനെ ബൈ ചെയ്തുകൊണ്ട് നിങ്ങളൊരു നോ ബോൾ അറിയണം, അതല്ലെങ്കിൽ ഒരു വൈഡ് അറിയണം, അതല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ബോളിനെ നിങ്ങൾ ഡോട്ട് ബോൾ ചെയ്യണം, അതല്ലെങ്കിൽ അങ്ങനെ എന്ത് തീരുമാനങ്ങൾ എടുക്കാനും ഇവിടെ ലഭിക്കുന്ന പണത്തിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മുമ്പ് ഒരുപാട് ഇത്തരത്തിലുള്ള വാതുവെപ്പുകളൊക്കെ ക്രിക്കറ്റിൽ നടന്നതാണ്. അപ്പോൾ എന്തായാലും എന്തൊക്കെയായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് എന്നുള്ളത് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഗെയിമുകൾ കളിക്കുന്നവരാണ് എങ്കിൽ ഇപ്പോൾ തന്നെ നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതേ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും വിൻ ചെയ്തിട്ടുണ്ട് എങ്കിലും അത് കൃത്യമായിട്ട് പറയാൻ മടിക്കരുത്. വീട്ടിൽ അങ്ങനെ ഉണ്ട് എങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ എന്തായാലും ഡ്രീം 11 അതല്ലെങ്കിൽ മറ്റുള്ള സർക്കിളൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ കളിക്കുന്നവരിലേക്ക്
അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ബെഡിംഗ് ഒക്കെ കളിക്കുന്നവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ ഒരു കാര്യങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയാൻ മടിക്കരുത്. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള നല്ല നല്ല ടോപ്പിക്കുകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.